പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. പ്രധാന പ്രതി സിൻജോ ജോൺസൺ അടക്കമുള്ള 18 പ്രതികളും കസ്റ്റഡിയിലുണ്ട്. കീഴടങ്ങാൻ വയനാട്ടിലേക്ക് എത്തുമ്പോഴാണ് സിൻജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കോളേജിലേക്ക് നടത്തിയ മാർച്ച് ഇന്ന് സംഘർഷത്തിൽ കലാശിച്ചു. പൂക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് ആദ്യം. അഭിജിത്ത് നമ്മളോടൊപ്പം ഉണ്ട് തത്സമയം വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളിലേക്ക് ആദ്യം പോകാം. മുഴുവൻ പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു, കസ്റ്റഡിയിലായിരിക്കുന്നു. ഇതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന്. ഇന്നിപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ? ഗോപി, ഏറ്റവും പുതിയ വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് തയ്യാറാക്കിയ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ പേരും നിലവിൽ പിടിയിലായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ പ്രതികളിൽ പലരും പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, കോടതിയിലെത്തി കീഴടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലരെ കൊല്ലത്തും ബാംഗ്ലൂരിലും വരെ എത്തി പോലീസ് പിടികൂടുന്നൊരു സാഹചര്യവും നിലനിന്നിരുന്നു. അതിനിടയിലും മുഖ്യപ്രതികളെ അടക്കം പോലീസ് പിടികൂടുന്നില്ല എന്നുള്ള ഒരു ആരോപണം, ഒരാക്ഷേപം ഒരു ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിൻജോ ജോൺസനെ കുറിച്ചാണ്. ഈ സിൻജോ ജോൺസണാണ് ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. മർദ്ദനമടക്കം കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയത് ഈ സിൻജോ ജോൺസൺ ആണെന്ന് പറയപ്പെടുന്നു. ഈ സിൻജോ ജോൺസൺ ഇന്ന് പിടിയിലായിരിക്കുന്നു. അതായത് അയാൾ കൽപ്പറ്റ കോടതിയിലെത്തി കീഴടങ്ങാനുള്ള ശ്രമത്തിനിടെ കൽപ്പറ്റയിൽ വെച്ച് പോലീസ് ഇയാളെ പിടികൂടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയ പ്രതിപ്പട്ടികയിലുള്ള 18 പേരും നിലവിൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. പക്ഷേ ഇതിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിരിക്കാം, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു സാഹചര്യവും നിലവിൽ ഉണ്ട്. കാരണം നേരത്തെ തന്നെ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന നൽകിയതാണ്. കേവലം 18 പേരിൽ ഒതുങ്ങുന്ന ഒരു പ്രതിപ്പട്ടികയല്ല പോലീസിൻ്റെ, അല്ലെങ്കിൽ പോലീസ് മനസ്സിലാക്കിയെടുത്തോളം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു നടുമുറ്റത്ത്, ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് കുറേ കുട്ടികൾ നോക്കി നിൽക്കെ അതിക്രൂരമായി ഒരു വിദ്യാർത്ഥിയെ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് മർദ്ദിച്ചൊരു സംഭവമാണ്. കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കി, കവിളത്തും നെഞ്ചിലും വയറ്റിലും ചവിട്ടിക്കൊണ്ട് ഒരു ദാഹജലം പോലും നൽകാതെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു, റാഗിങ്ങിന് ഇരയാക്കി എന്നുള്ളതാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെയും ഒപ്പം പോലീസിൻ്റെയും കണ്ടെത്തൽ. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കേവലം 18 പേരിലേക്ക് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിലും നൽകുന്ന വിവരം. പക്ഷേ അതിലേക്കൊക്കെ എത്തുക ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യലിലൂടെയായിരിക്കും. കസ്റ്റഡിയിലുള്ള പ്രധാന പ്രതിയായ സിൻജോ ജോൺസൺ, കാശിനാഥൻ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയായിരിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക് പോലീസ് നിലവിൽ എത്തിച്ചേരുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഡീനെതിരായ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ്, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ, യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടന്ന മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിക്കുകയുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ആദ്യം പ്രതിഷേധവുമായി എത്തിയത് KSU ആണ്. പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാൻ KSU പ്രവർത്തകർ ശ്രമിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തകർ. ഇതിനിടെ പോലീസ് ഇവരെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ പ്രവർത്തകർ ഈ ക്യാമ്പസിനകത്തേക്ക് ഇരച്ചു കയറുന്നതും നമുക്ക് കാണാനായി സാധിച്ചു. ഈ ക്യാമ്പസിനകത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഈ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾക്കെതിരെയും കോളേജ് അധികൃതർക്കെതിരെയും പ്രതിഷേധം മുഴക്കുന്ന വിദ്യാർത്ഥികളെയും KSU പ്രവർത്തകരെയും യൂത്ത് ലീഗ് പ്രവർത്തകരെയും നമുക്ക് കാണാനായി സാധിച്ചു. ഏതായാലും എല്ലാ രീതിയിലും വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന്, യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് നിലവിൽ ഉയരുന്നത്. ഗോപി, അഭിജിത്ത്, സ്വാഭാവികമായും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ആശങ്കകൾ, അതോടൊപ്പം ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ നിയമസാധുതയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ 18 പേർ കസ്റ്റഡിയിലായതും തുടർന്ന് ഈ സർവകലാശാല VC-ക്കെതിരെ ഉണ്ടായിട്ടുള്ള നടപടിയുമൊക്കെ, ഇതിലെല്ലാം കുടുംബം തൃപ്തരാണോ? അവർക്ക് ഈ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടോ?
ഗോപി, ഈ കുടുംബം ആദ്യം മുതൽ ഉന്നയിച്ച ആരോപണം, ഈ പോലീസ് പ്രതിപട്ടിക തയ്യാറാക്കിയത് തൊട്ട് ഇങ്ങോട്ട് കുടുംബം ഉന്നയിച്ച ആരോപണം ഇത് 18 പേരിൽ ഒതുങ്ങുന്നതല്ല. ഒപ്പം തന്നെ കോളേജ് അധികൃതർ വ്യക്തമായ രീതിയിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിദ്ധാർത്ഥൻ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ മരണവിവരം രക്ഷിതാക്കളെ ഡീൻ അറിയിക്കുന്നത്. അതുതന്നെ ഏറ്റവും വലിയൊരു കൃത്യവിലോപമാണ്. അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെ, ഈ കാര്യങ്ങൾ തൊട്ട് ഇങ്ങോട്ട് ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. ഇന്നലെ VC കുടുംബത്തെ സന്ദർശിച്ചതാണ്. ആ ഘട്ടത്തിലും VC കുടുംബത്തോട് പറഞ്ഞൊരു കാര്യം, പ്രത്യക്ഷത്തിൽ ഡീനെതിരെ ഒരു നടപടിക്ക് സാധ്യതയില്ല, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയിട്ടില്ല, തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ നടപടികളെക്കുറിച്ച് ആലോചിക്കാമെന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിലടക്കം കുടുംബത്തിന് നിലവിലും ആശങ്കയുണ്ട്. അവരുടെ ആശങ്കയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. കോളേജ് അധികൃതർ ഇത്രയും ദിവസം അറിയാതെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കില്ല. മറ്റൊന്നുകൂടിയുണ്ട്, ഇന്നലെയാണ് പെൺകുട്ടിയുടേത് എന്ന പേരിൽ ഒരു പരാതി വരുന്നത്. ഈ പരാതി പരിശോധിച്ച ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ ഒരു എൻക്വയറി റിപ്പോർട്ടും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടിലടക്കം ദുരൂഹതകൾ ഉന്നയിക്കപ്പെട്ടതാണ്. പെൺകുട്ടി പരാതി നൽകുന്നത് സിദ്ധാർത്ഥൻ മരിച്ച അതേ ദിവസമാണ്. അന്നൊരു ഞായറാഴ്ചയാണ്. ഈ ഒരു ഞായറാഴ്ച ഇത്തരത്തിൽ പരാതി നൽകാൻ സാധിക്കുമോ, ഓഫീസുകളിൽ സ്വീകരിക്കുമോ എന്നുള്ളത് മറ്റൊരു വശത്ത്. ഒപ്പം സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞിട്ടും ഈ സിദ്ധാർത്ഥനെതിരായ ഒരു അന്വേഷണം ഈ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇങ്ങനെ അടിമുടി ഒരു ദുരൂഹത കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടും ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്കെതിരെയും, അതായത് ഈ കൃത്യത്തിൽ നേരിട്ടോ അല്ലാതെയോ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ഗോപി.